നമസ്കാരം. പ്രവാസി മലയാളിയെ അബുദാബിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തന്റെ മകളുടെ വിവാഹത്തിനായി നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് പ്രവാസി മലയാളി അബുദാബിയിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കടയുടമയായ ഇദ്ദേഹത്തെ താമസ സ്ഥലത്തെ മുറിയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കാസർഗോഡ് ഉദുമ എരോൾ കുന്നുമ്മൽ സ്വദേശിയായിട്ടുള്ള അൻവർ സാദത്ത് മുക്കുന്നോത്ത് എന്ന് പറയുന്ന 48 വയസ്സുകാരനാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രിയാണ് ഇദ്ദേഹം കടയിൽ അവസാനമായിട്ട് എത്തിയത്. പിന്നീട് ഉറങ്ങാൻ മുറിയിലേക്ക് പോയെങ്കിലും പിറ്റേ ദിവസം കടയിലേക്ക് വന്നില്ല. അൻവർ സാദത്തിനെ പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഡോക്ടർമാരും പോലീസുകാരും എത്തി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ മൃതദേഹം ബാനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റി അവിടെ നിന്ന് അടുത്ത നിയമ നടപടിക്ക് വേണ്ടി കൊണ്ടുപോകും. മൂത്ത മകൾ റിസ്വാനയുടെ വിവാഹ ഒരുക്കങ്ങൾക്കായി അടുത്ത മാസം നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. അബുദാബി മദീന സായിദ് ഷോപ്പിംഗ് സെന്ററിലെ കാസ്കോ ഫാൻസി ഷോപ്പ് ഉടമയായി പ്രവർത്തിക്കുകയായിരുന്നു ഇദ്ദേഹം. ഉദുമ പഞ്ചായത്ത് KMCC ട്രഷററും ഉദുമ ടൗൺ മുസ്ലിം ജമായത്ത് UAE കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പരേതനായ മുക്കുന്നോത്ത് MK ഹുസൈന്റെയും ആഷിയയുടെയും മകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഭാര്യ റെയ്ഹാന, അതുപോലെ തന്നെ മറ്റു മക്കൾ എന്ന് പറയുന്നത് റിസ, റസ്വ, റഫീഫ എന്നിവരാണ്. അതേസമയം പ്രവാസ ലോകത്ത് നിന്ന് ഇന്ന് ഏറെ സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ ദുരന്ത വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്നത് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. വലിയ അപകടങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഇന്ത്യൻ ആളുകളുടെ അടക്കം മരണവുമാണ് പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഖത്തറിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത്. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. സംഭവത്തിൽ 6 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. 27ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരിൽ മിക്കവരും നില അതീവ ഗുരുതരമായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. വിനോദയാത്രാ സംഘത്തിൽ മലയാളികളും കർണാടക സ്വദേശികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സംഘം സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. വടക്കു കിഴക്കൻ കെനിയയിലെ ന്യാൻഡറുവ പ്രവിശ്യയിൽ വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായതെന്നാണ് വിവരം. മരിച്ചവർ 4 പുരുഷന്മാരും 1 സ്ത്രീയും 1 കുഞ്ഞുമാണ് എന്നും പുറത്തു വന്നിട്ടുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 4 മണിയോടെയാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ന്യാഹൂരിലെ പനാരി റിസോർട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ബസ് കുഴിയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ഏകദേശം 100 മീറ്റർ താഴ്ചയുള്ള കൊക്കയിലേക്കാണ് ബസ് മറിഞ്ഞത്. അപകടത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം അപകടത്തിൽ മരണപ്പെട്ടതിൽ ഒരു മലയാളിയും തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പ്രവാസ ലോകത്ത് നിന്ന് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്.